UDF തൂത്തുപറക്കിയ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദി അൾട്ടിമേറ്റ് സ്റ്റാർ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. UDF മുന്നണിയുടെ നട്ടെല്ല്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി. ലീഗിന്റെ ഈ വിജയം വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വൻമരങ്ങൾ വേറിട്ട് വീണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 27 സീറ്റിൽ 20 മുതൽ 23 സീറ്റ് വരെ ജയിക്കാമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ അവസാനവട്ട വിലയിരുത്തൽ. പെട്ടിപൊട്ടിയപ്പോഴാകട്ടെ അത് അച്ചട്ടാകുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷിയായി. 27-ൽ 22 ലീഗിന്റെ വിജയം. അതിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിൽ വൻ അട്ടിമറിയാണ് ഫാത്തിമ തഹ്ലയിലൂടെ ലീഗ് നടത്തിയത്. മലപ്പുറത്ത് മത്സരിച്ച 12-ൽ 12 നേടിയ ലീഗ് കാസർഗോഡ് 2 കോഴിക്കോട് 6 പാലക്കാടും എറണാകുളത്തും ഓരോ സീറ്റുകളിലും കരുത്ത് തെളിയിക്കുകയായിരുന്നു. 81% പച്ചപ്പടയുടെ സ്ട്രൈക്ക് റേറ്റ്. 46 വർഷങ്ങളായി ഇടതു കോട്ടയായിരുന്ന പേരാമ്പ്ര ഇത്തവണ ലീഗ് തൂക്കിയത് ഒരു വനിതാ സ്ഥാനാർത്ഥി ഇറക്കിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 5087 വോട്ടുകൾക്കാണ് LDF കൺവീനറായ TP രാമകൃഷ്ണനെ ഫാത്തിമ തഹ്ലിയ മുട്ടുകുത്തിച്ചത്. കൂടാതെ കളമശ്ശേരി, കോഴിക്കോട് സൗത്ത്, കുറ്റ്യാടി, കുന്നമംഗലം, തിരുവമ്പാടി എന്നീ LDF സിറ്റിംഗ് സീറ്റുകളും ലീഗ് ഇത്തവണ പിടിച്ചെടുത്തു. 90 സീറ്റിൽ മത്സരിച്ച CPM 26 സീറ്റിൽ ജയിച്ചപ്പോഴാണ് വെറും 27 ഇടത്ത് മാത്രം മത്സരിച്ച 22 ഇടത്തെ ലീഗിന്റെ വിജയം എന്നതാണ് ഏറ്റവും പ്രസക്തം. 2011-ൽ 83.33% മണ്ഡലങ്ങളിലും ജയിച്ച പാർട്ടിയാണ് ലീഗ്. 2016-ൽ അത് 75% കുറഞ്ഞെങ്കിലും 2021-ൽ വീണ്ടും സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ലീഗ് മുന്നിട്ട് തന്നെ നിന്നു. 2021-ൽ പാർട്ടി 25 സീറ്റുകളിൽ മത്സരിച്ചു. 15 സീറ്റുകളിൽ ജയിച്ച ലീഗ് അത്തവണയും UDFിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായിരുന്നു. അവിടെ നിന്നാണ് അതിനെയും കവച്ചുവെക്കുന്ന പെർഫോമൻസുമായി ലീഗ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങുവാണത്. ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിജയം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേടിയതാണ്. മുസ്ലിം ലീഗ് എന്നാൽ മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുസ്ലിം പാർട്ടി എന്ന ദീർഘകാലമായി പ്രചരിപ്പിക്കപ്പെടുന്ന ധാരണയെ തകർക്കുന്നതായിരുന്നു ആ ജയം. 7 തെക്കൻ ജില്ലകളിലായിരുന്നു അന്നവർ ശ്രദ്ധേയമായി മുന്നേറ്റം നടത്തിയത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന് പോലും ഇടം നൽകാതെയായിരുന്നു പച്ചപ്പടയുടെ അന്നത്തെ തേരോട്ടം. കൂടാതെ ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മൊത്തത്തിൽ 220 ലീഗ് പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ മേഖലയിൽ മാത്രം പാർട്ടിക്കുണ്ടായിരുന്നത് 79% സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. അതിന്റെ തനി ആവർത്തനമാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ലീഗിന്റെ ഈ വിജയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വർത്തമാനകാലത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് കൂടി വരച്ചിടുന്നുണ്ട്. അഭൂതപൂർവമായ വിദ്വേഷ പരാമർശങ്ങൾക്ക് പാത്രമായ ശേഷമാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പേരാമ്പ്രയിലടക്കം ആ വർഗീയ പ്രചാരണങ്ങളും കണ്ടു. അതിനെയെല്ലാം അതിജീവിച്ചുള്ള പാർട്ടിയുടെ വിജയം എല്ലാം കൊണ്ടും കേരളം മുറുകെ പിടിക്കുന്ന മതേതര മൂല്യങ്ങളുടെയും ലീഗിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും ഫലമാണെന്ന് വേണം കരുതാൻ.